എന്താണ് സ്പോർട്സ് ഇഞ്ചുറീസ്? എങ്ങനെ നമുക്കിതിനെ പ്രിവെന്റ് ചെയ്യാം? എങ്ങനെ ഇതിനെ ട്രീറ്റ് ചെയ്യാം? നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു ഉണ്ണിത്താൻ. ഞാൻ PRS ഹോസ്പിറ്റലിൽ ഷോൾഡർ ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നു. സ്പോർട്സ് ഇഞ്ചുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്പോർട്ട് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറിയാണ് പറയുന്നത്. അത് സ്പോർട്സ് കൊണ്ട് മാത്രം ഉണ്ടാകണമെന്നില്ല. ഉദാഹരണം, ഒരു ഹെവി നമ്മളൊരു ആക്സിഡന്റിലും ചിലപ്പോൾ നമുക്ക് സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറീസ് ഉണ്ടാകാം. നമ്മൾ വീണ് പോയാലും നമ്മൾ ചിലപ്പോൾ സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറീസ് ഉണ്ടാകാം. അത് സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസിനോട് മാത്രം ഉണ്ടാകുന്നതല്ല, അത് ജനറൽ പബ്ലിക്കിന് അല്ലാതിരിക്കുന്ന ചില ഹൈ ആക്ടിവിറ്റിയിലും ഇന്റൻസിറ്റിയിലും ഉണ്ടാക്കുന്നതും സ്പോർട്സ് ഇഞ്ചുറീസിന് തന്നെ കണക്കാക്കുന്നു. യൂഷ്വലി നമ്മൾ സ്പോർട്സ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത് തോളില്, മുട്ടില്, കാൽമുട്ടില്, എൽബോയില് ഒക്കെ ഈ സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഉണ്ടാകുന്ന കോമൺ ലിഗമെന്റ് ഇഞ്ചുറീസും അല്ലെങ്കിൽ മസിൽ ടെൻഡൻ ഇഞ്ചുറീസിനെയുമാണ് സ്പോർട്സ് ഇഞ്ചുറി എന്നുണ്ടാകുന്നത്. അതെല്ലാം യൂഷ്വലി ജോയിന്റ് റിലേറ്റഡ് ആയിരിക്കും. ഏറ്റവും കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് നീലെ ലിഗമെന്റ്സ് ആണ്. അതായത് ACL, PCL, MCL മുതലായ ലിഗമെന്റ്സ്, മെനിസ്കസ് മുതലായ സ്ട്രക്ചേഴ്സ്, ഇതിനൊക്കെ ഉണ്ടാകുന്ന ഇഞ്ചുറീസിനെയാണ് നമ്മൾ പൊതുവെ സ്പോർട്സ് ഇഞ്ചുറീസിന് കണക്കാക്കുന്നത്. ഇത് കൂടാതെ തോള് തെന്നുക, തോളിലെ മസിൽ ടിയർ ഉണ്ടാകുക, ഇതും ഒരുവിധം സ്പോർട്സ് ഇഞ്ചുറീസ്, ഇതും ഒരു നല്ല പെർസെന്റേജ് സ്പോർട്സ് ഇഞ്ചുറിയിൽ വരും. സ്പോർട്സ്മെന്റിന് മാത്രമല്ല, സാധാരണ ജനറൽ പോപ്പുലേഷൻ ഈ ഇഞ്ചുറീസ് ഉണ്ടാകാം. ഇനി എങ്ങനെ ഈ സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറീസ് പ്രിവെന്റ് ചെയ്യാം? എന്തൊക്കെയാണ് കോമൺ സ്പോർട്സ് ഇഞ്ചുറീസ്? ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇനി ഇതൊരു സിവിയർ ഇഞ്ചുറി ആണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, എന്തൊക്കെയാണ് സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറീസ്? മുന്നേ ഞാൻ പറഞ്ഞ പോലെ നീ റിലേറ്റഡും ഷോൾഡർ റിലേറ്റഡ് ഇഞ്ചുറി കൂടാതെ ആങ്കിൾ സ്പ്രെയിൻ, ആങ്കിളിലെ ചെറിയ ഫ്രാക്ചർ, ആങ്കിൾ ലിഗമെന്റ് ഇഞ്ചുറീസ് വളരെ കോമൺ ആണ്. പിന്നീട് ഉണ്ടാകുന്നത് നമ്മൾ റിസ്റ്റ് റേറ്റിലാണ്. റിസ്റ്റ് സ്പ്രെയിൻ, എൽബോ പെയിൻ, എൽബോ സ്പ്രെയിൻ, ഇത് കൂടാതെ നമ്മളെ ഹാംസ്ട്രിങ് മസിൽ ഇഞ്ചുറി, ഹാംസ്ട്രിങ് സ്പ്രെയിൻ ഉണ്ടാകും, ഹാംസ്ട്രിങ് മസിൽ ടിയർ ഉണ്ടാകാം. അപ്പൊ ഈ ഹാംസ്ട്രിങ് ഒക്കെ യൂഷ്വലി റണ്ണേഴ്സിലൊക്കെ കാണുന്നത്. ഈ നീ റിലേറ്റഡ് ഇഞ്ചുറി ഏത് സ്പോർട്സിനും ഉണ്ടാകാം, പക്ഷെ പൊതുവെ പിവറ്റിംഗ് സ്പോർട്സ്, അതായത് നമ്മൾ ഈ പെട്ടെന്ന് നിന്നിടത്തുനിന്ന് തിരിയുന്ന ഈ ഫുട്ബോൾ പോലുള്ള ഗെയിംസിലുണ്ടാകാം. ഷോൾഡർ റിലേറ്റഡ് ഇഞ്ചുറീസ് യൂഷ്വലി കണ്ടുവരുന്നത് നമ്മൾ ബാഡ്മിന്റൺ അല്ലെങ്കിൽ വോളിബോൾ അല്ലെങ്കിൽ ബേസ്ബോൾ അങ്ങനത്തെ ഇഞ്ചുറീസിലും, കോണ്ടാക്ട് സ്പോർട്സ്, അതായത് നമ്മുടെ നാട്ടിൽ കബഡി, ഇതിലൊക്കെയാണ് കണ്ടുവരുന്നത്. ഇനി നമ്മൾ എങ്ങനെയും കൈകുത്തി വീണാലും ഏത് ഗെയിമിലും നമുക്ക് ഷോൾഡർ റിലേറ്റഡ് ഇഞ്ചുറി ഉണ്ടാകാം. ഇനി എൽബോ പെയിൻ യൂഷ്വലി ഓവർ ഹെഡ് അത്ലറ്റ്സിലാണ് കാണുന്നത്. അതായത് നമ്മൾ ഈ ടെന്നീസ്, അതല്ലെങ്കിൽ ബാഡ്മിന്റൺ, ഇനി ജാവലിൻ ത്രോവർ, വോളിബോൾ പ്ലേയേഴ്സ്, ഇവർക്കൊക്കെയാണ് എൽബോ റിലേറ്റഡ് ഇഞ്ചുറീസ് പൊതുവെ കണ്ടുവരുന്നത്. ഇനി ഹാംസ്ട്രിങ് സ്പെയിൻ, ഹാംസ്ട്രിങ് ടെൻഡൻ ഇഞ്ചുറി, ഇതൊക്കെ യൂഷ്വലി റണ്ണേഴ്സിൽ കാണാം. ഇവർക്കും നീ റിലേറ്റഡും ഷോൾഡർ റിലേറ്റഡ് ഇഞ്ചുറീസും ഉണ്ടാകാം. ഇനി ഇങ്ങനെ ഒരു സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറി വന്നാൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യമായി തന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് മുട്ടിനാണ് ഒരു ഇഞ്ചുറി വന്നതെങ്കിൽ ആ ഇഞ്ചുറി സിവിയർ ആണെന്ന് നമുക്ക് തോന്നുവാണ്, അതായത് നീരുണ്ട്, നമുക്ക് നടക്കുമ്പോൾ ഒരു വേദനയുണ്ട്, ചെറിയ മുടന്തലുണ്ട്, ഇങ്ങനെയൊക്കെ തോന്നിയാൽ നമ്മൾ റെസ്റ്റ് എടുക്കണം. ഐസ് വെക്കണം. അധികം മസാജ് ഒന്നും ചെയ്യരുത്, ഐസ് വെക്കണം. എന്നിട്ട് നമ്മൾ ഒരു ബാൻഡേജ് ചുറ്റാൻ അറിയാമെങ്കിൽ ബാൻഡേജ് ചുറ്റണം. എന്നിട്ട് നമ്മൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം. ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് ഈ സ്പ്രെയിൻ മാറാം. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ കം ബാക്ക് ടു യുവർ ഗെയിം. ബട്ട് അത് പിന്നെയും നമുക്ക് റിക്കറന്റ് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ വേദന മാറുന്നില്ല, നമ്മുടെ സിംറ്റംസ്, ബുദ്ധിമുട്ടുകൾ കൂടി വരുവാണെങ്കിൽ അപ്പോഴും നമ്മളൊരു ഡോക്ടറെ കാണേണ്ടതാണ്. ഇനി നമുക്ക് എന്തെങ്കിലും മരുന്ന് കഴിക്കാമോ? നമുക്ക് നല്ല സിവിയർ പെയിൻ ആണെങ്കിൽ പാരസെറ്റമോൾ 500 മില്ലിഗ്രാം പോലെ റെഡിലി അവൈലബിൾ ഓവർ ദ കൗണ്ടർ മരുന്ന് വാങ്ങി കഴിക്കാവുന്നതാണ്. പക്ഷെ ഇതൊന്നും അഡ്വൈസബിൾ അല്ല. ഏറ്റവും ബെസ്റ്റ് ഐസ് വെക്കുക, പിന്നെ സിവിയർ പെയിൻ ഉണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഇനി എങ്ങനെ നമുക്ക് സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാൻ ഫ്യൂ സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ്, പ്രോപ്പർ ട്രെയിനിങ്. നമ്മുടെ ട്രെയിനിങ് പ്രോപ്പർ ആയിരിക്കണം, ട്രെയിനിങ് ടെക്നിക് പ്രോപ്പർ ആയിരിക്കണം, നമ്മുടെ ഗെയിം റിലേറ്റഡ് ടെക്നിക് പ്രോപ്പർ ആയിരിക്കണം. ഉദാഹരണം, നമ്മളിപ്പം ഫുട്ബോളോ ക്രിക്കറ്റോ കളിക്കുവാണെങ്കിൽ നമ്മൾ കിക്ക് ചെയ്യുന്ന രീതി കറക്റ്റ് ആയിരിക്കണം, നമ്മൾ ബാറ്റ് ചെയ്യുന്നതും ബോൾ ചെയ്യുന്ന രീതി കറക്റ്റ് ആയിരിക്കണം. ഇപ്പൊ ബാഡ്മിന്റൺ, ടെന്നീസ് പോലതാണെങ്കിൽ അതിന്റെ റാക്കറ്റ് കറക്റ്റ് ആയിരിക്കണം, നമ്മൾ സെർവ് ചെയ്യുന്ന കറക്റ്റ് ആയിരിക്കണം, നമ്മൾ ബോൾ എടുക്കുന്നത് കറക്റ്റ് ആയിരിക്കണം, അത് ഹോൾഡ് ചെയ്യുന്ന കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ സ്വിങ് കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ ടെക്നിക്സ് കറക്റ്റ് ആണ്. പിന്നെ അടുത്തത് അഡിക്വേറ്റ് ട്രെയിനിങ്. നമ്മൾ ഓവർ ട്രെയിൻ ചെയ്യരുത്, ഓവർ യൂസ് ഇഞ്ചുറി എടുക്കരുത്. നമ്മൾ ഒരു സെർട്ടൈൻ
ട്രെയിനിങ് കഴിഞ്ഞാൽ നമ്മൾ അതിന് ആവശ്യമായ റെസ്റ്റ് എടുക്കണം. നമുക്ക് പിന്നെ ഈ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഓവർ യൂസ് ഇഞ്ചുറി വരും, ഓവർ ട്രെയിൻഡ് ആകുമ്പോഴാണ് ഈ പല ഇഞ്ചുറീസും ഉണ്ടാകുന്നത്. അതിനേക്കാണ് ഓവർ യൂസ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് ഗ്രാജുവലി വേണം. നമ്മൾ ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ആസ് എ തം റൂൾ അറൌണ്ട് 10% റൂൾ ഉണ്ട്. അതായത് നമ്മൾ എവറി വീക്ക് 10% നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഒരു ജനറൽ റൂളാണ്. നമ്മുടെ ഗെയിം, നമ്മുടെ എബിലിറ്റി, നമ്മൾ വരാനിരിക്കുന്ന ഗെയിം എപ്പോഴാണ്, അത് എത്ര ഇന്റൻസിറ്റിയിലാണ് നമുക്ക് അതിന്റെ ട്രെയിനിങ് വേണ്ടതനുസരിച്ച് മാറും. പക്ഷെ ആസ് എ തം റൂൾ നെവർ മോർ ദാൻ 10% പെർ വീക്ക് ആയിരിക്കണം നമ്മൾ ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യേണ്ടത്. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് പ്രോപ്പർ വാമപ്പ് ആണ്. നമ്മൾ ഏത് ഗെയിമും എക്സസൈസും ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രോപ്പറായിട്ട് വാമപ്പ് ചെയ്യണം. ഗ്രാജുവലി നമ്മുടെ മസിൽസിനെയൊക്കെ വാമപ്പ് ചെയ്ത് കൊണ്ടുവരണം. നമ്മൾ ഡൈനാമിക് സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. ഇനി അത് വാമപ്പ് മാത്രമല്ല, പ്രോപ്പർ കൂൾ ഡൗൺ നമ്മൾ ചെയ്യണം. എക്സസൈസിന് ശേഷം നമ്മൾ വാം ഡൗൺ അല്ലെങ്കിൽ കൂൾ ഡൗൺ ചെയ്യണം. സ്റ്റാറ്റിക് എക്സസൈസസ് ഉണ്ട്. ആ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് കുറച്ചും കൂടെ നമുക്ക് വാം ഡൗണിന് അല്ലെങ്കിൽ കൂൾ ഡൗണിന് നല്ലത്. ഇനി നമ്മൾ പ്രോപ്പർ ഗിയർ ഉപയോഗിക്കണം. അതായത് നമ്മളെ ഇപ്പം റണ്ണിങ്ങിനാണെങ്കിൽ നമ്മൾ പ്രോപ്പർ റണ്ണിങ് ഷൂസ് ആയിരിക്കണം. ഇനി നമ്മളെ ഗെയിമിനനുസരിച്ചുള്ള പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് എക്യുപ്മെന്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കണം. അത് അഡിക്വേറ്റ്ലിയും ഉപയോഗിക്കണം. ഇനി മറ്റൊരെണ്ണം അഡിക്വേറ്റ് ഹൈഡ്രേഷൻ വേണം. ആവശ്യത്തിന് വെള്ളം കുടിക്കണം. നമ്മൾ ഗെയിമിന് മുന്നേയും ഗെയിം നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഗെയിമിന് ശേഷവും അഡിക്വേറ്റ് ഹൈഡ്രേഷൻ നമ്മൾ കീപ്പപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്ത ഒരെണ്ണം നമുക്ക് വേണ്ടത് ഒരു പ്രോപ്പർ ഫിറ്റ്നസ് പ്ലാൻ ആണ്. നമ്മൾ ഏത് ഗെയിമിനും പോകുന്നതിനും കൂടെ നമ്മുടെ ജനറൽ ഫിറ്റ്നസും കൂടെ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ അതിനായിട്ട് നമുക്കൊരു ട്രെയിനർ ഉണ്ടെങ്കിൽ ട്രെയിനറിന്റെ ഹെൽപ്പ് സീക്കുക, അല്ലെങ്കിൽ നമ്മുടെ കോച്ചിന്റെ ഹെൽപ്പ് എടുക്കുക. നമ്മുടെ ഫിറ്റ്നസ് പ്രോപ്പർ ആയിരിക്കണം. ഇനി ഇത് കൂടാതെ നല്ലൊരു ന്യൂട്രീഷൻ പ്ലാൻ നമുക്ക് വേണം. ഇത് കൂടാതെ നമ്മൾ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മളുടെ മെയിൻറ്റെയിൻ ചെയ്യണം. നല്ല സ്ട്രെച്ചസ് എടുക്കണം. ഒരേ മസിൽ ഗ്രൂപ്പ് തന്നെ എന്നും നമ്മൾ ട്രെയിൻ ചെയ്യരുത്. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ക്രോസ് ഫിറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു മസിൽ ഗ്രൂപ്പ് കൂടാതെ, നമ്മളെ ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള മസിൽ ഗ്രൂപ്പ് കൂടാതെ മറ്റു മസിൽ ഗ്രൂപ്പിനും കൂടെ സ്ട്രെങ്തനിങ് വരുന്ന വിധമുള്ള ക്രോസ് ട്രെയിനിങ് എക്സസൈസും എടുക്കണം. പിന്നെ ലിസൺ ടു യുവർ ബോഡി. അതായത് നമുക്കിപ്പോൾ ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും വേദന വരുന്നു, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ നമുക്ക് സുഖമായി തോന്നുന്നില്ല, അവിടെ ഒരു സോർനെസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ അടുത്ത് പോയിട്ട് എനിക്ക് ഇവിടെ ഒരു ചെറിയ ഡിസ്കംഫർട്ട് ഉണ്ട്, എന്താണെന്ന് നോക്കുന്നു, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ. ചിലപ്പോൾ നമ്മൾ ഒരു വലിയ ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാൻ പലപ്പോഴും സാധിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് സ്പോർട്സ് ഇഞ്ചുറീസ് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു സ്പോർട്സ് ഇഞ്ചുറി ഉണ്ടായാലോ, ഞാൻ മുന്നീട് പറഞ്ഞ പോലെ ഐസ്, ചെറിയ പെയിന്റെ മരുന്നുകളൊക്കെ എടുത്തു നോക്കുക. എന്നിട്ട് മാറുന്നില്ലെങ്കിൽ നമ്മളൊരു സ്പോർട്സ് ഇഞ്ചുറി സർജനെ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഇഞ്ചുറി ട്രെയിൻഡ് ആയ ഓർത്തോപീഡിക് സർജനെ കാണുക. അവരുടെ അഡ്വൈസിനനുസരിച്ച് നമ്മൾ എക്സ്റേ ആണെങ്കിൽ എക്സ്റേ, ബാൻഡേജ് ആണെങ്കിൽ ബാൻഡേജ് ഉപയോഗിക്കുക, പ്ലാസ്റ്റർ ആണെങ്കിൽ പ്ലാസ്റ്റർ ഉപയോഗിക്കുക, സ്പെഷ്യൽ ഫുട്വെയർ ആണെങ്കിൽ അത് ഉപയോഗിക്കുക, സ്കാൻ എടുക്കണം പറഞ്ഞ് സ്കാൻ എടുക്കുക. അതിനനുസരിച്ച് ആ ഇഞ്ചുറി ട്രീറ്റ് ചെയ്യുക. താങ്ക് യു.